എല്ലാവർക്കും KPS കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് മത്തിയൊന്ന് വറുത്തെടുക്കാം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് മത്തിയൊക്കെ വാങ്ങിക്കുന്നത്. കപ്പൽ മുങ്ങിയണൊക്കെ പിന്നെ ആദ്യമായിട്ടാണ് മീൻ മേടിക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മത്തിയാണ്. അന്നേരം ഓർത്തിതൊന്ന് ഫ്രൈ ചെയ്യാം, എല്ലാവരെയും ഒന്ന് കാണിക്കാം എന്നും കൂടി ഓർത്തു. ഇച്ചിരി വെറൈറ്റി ആയിട്ടാണ് ഇപ്രാവശ്യം മത്തി വറക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാന് അടുപ്പത്തോട്ട് വെക്കാം. വറുക്കുന്നതിനായിട്ട് നമുക്ക് പാനിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം, സ്വല്പം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. മത്തിക്ക് കുരുമുളക് പൊടി നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു ഞുള്ള് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ഞുള്ള് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ചാലിച്ചെടുക്കാം. സ്വല്പം വെള്ളം ഒഴിക്കാം, ഒന്ന് ചാലിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ഇടണം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്വല്പം ഇഞ്ചിയും കൂടെ നമുക്ക് കൊത്തിയരിഞ്ഞിട്ട് കൊടുക്കാം. അതേ മറന്നുപോയി. കൊത്തിയരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി, കുറച്ച് മതി, അധികം വേണ്ട. ഇങ്ങനെ വറുത്ത് കഴിയുമ്പോൾ മസാല നന്നായിട്ട് പിടിച്ച് നല്ല പാകത്തിന് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടിരിക്കും. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് ചാലിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ, വറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ അവരവരുടെ ആവശ്യത്തിന് ചേർക്കുക, കൂടുതലും കുറച്ചുമൊക്കെ അവരവരുടെ ഇഷ്ടം. വെളിച്ചെണ്ണയിൽ വറുക്കുന്നതാണ് ടേസ്റ്റ്. വെളിച്ചെണ്ണ ഉപയോഗിക്കാനായിട്ട് പറ്റാത്തവർക്ക് കിട്ടുന്ന എന്താണോ ഓയിലുള്ളത് അത് വെച്ചിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. ഇതുവരെ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ലായിരുന്നു. ഗ്യാസ് ഓൺ ചെയ്ത് ഈ മസാലയൊന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു. ഇനി നമുക്ക് മത്തി ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഈ മത്തി ഇന്ന് കിട്ടിയ മത്തിക്കകത്ത് ഇഷ്ടം പോലെ പനിനീലുണ്ടായിരുന്നു. അതും നമുക്ക് വറുക്കുന്നതിനായിട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയും പനിനീല് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയെല്ലാം നന്നായിട്ട് അപ്പുറവും ഇപ്പുറവും പിടിക്കുന്നതിനായിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി ശകലം നേരം ഒന്ന് അടച്ച്, ഒരു വശം മുരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് അടച്ച് വെച്ചിട്ട് വീണ്ടും മറിച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം. പനിനീലിലെ മസാലയൊന്നും പിടിക്കത്തില്ല, എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഇനി ഇത് നമുക്കൊരു ശകലം നേരം ഒന്ന് അടച്ചു വെക്കാം. മത്തി ഒന്ന് വേകുകയും ചെയ്യും, മസാലയെല്ലാം ഒന്ന് പിടിക്കുകയും ചെയ്യും. നമുക്ക്
ഒന്ന് തുറന്ന് നോക്കാമേ നമ്മുടെ മത്തി എന്തായെന്ന്. മൂത്ത് വരുന്നതേ ഉള്ളൂ. മൂത്ത് വരുന്നതേ ഉള്ളൂ. നമുക്ക് വീണ്ടും അടച്ചു വെക്കാം. തുറന്ന് തന്നെ വെച്ചാലും കുഴപ്പമില്ല. മത്തി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ചൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം ഏകദേശം ഒരു 2-3 മിനിറ്റ് കൂടെ കഴിഞ്ഞു. നമുക്കൊന്ന് നോക്കാം. മത്തി മൂത്തു. മറിച്ചിട്ട് കൊടുക്കാം. മത്തിയുടെ പനിനീര് വറുത്താലും നല്ല ടേസ്റ്റാണ്. വെളിച്ചെണ്ണയ്ക്കകത്ത് വറക്കണം, അപ്പോഴേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. വെളിച്ചെണ്ണയ്ക്ക് ഇപ്പം വില കൂടുതലായതുകൊണ്ട് സൺഫ്ലവർ ഓയിലിനകത്ത് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം. എന്നാലും വെളിച്ചെണ്ണയ്ക്കകത്ത് ചെയ്യുന്നതാണ് ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നത്. നമ്മുടെ മത്തി ഏകദേശം മൂത്തു. നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം.